പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് കഴിഞ്ഞ് പിന്നീടുള്ള മദീനയിലെ മസ്ജിദുൻ നബവിയിലെ മണിക്കൂറുകൾ വളരെ സൂക്ഷ്മമായി നമ്മുടെ മതപ്രബോധന വേദികൾ വായിക്കുകയും സംസാരിക്കുകയും ചെയ്യാറില്ല. വായിച്ചവ തന്നെ സൂക്ഷ്മമായ വായനയല്ല താനും. അതുകൊണ്ടാണ് പലപ്പോഴും ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ മഹോന്നതരായ പ്രവാചകൻ സ്വർഗം കൊണ്ട് വസിയത്ത് ചെയ്ത, സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിച്ച സ്വഹാബിമാരെ പോലും അവർ ഏകഛത്രാധിപതികളും ധിക്കാരികളുമൊക്കെയായി ചിത്രീകരിക്കപ്പെടുന്നത്. ഇങ്ങനെ വായിക്കപ്പെടാതെ പോയ, അല്ലെങ്കിൽ അധികം ചർച്ച ചെയ്യപ്പെടാതെ പോയ രംഗങ്ങളിലൊന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിച്ചിരുന്ന ഒരു സൈനിക സംഘത്തെ ഇനി വീണ്ടും ആ യുദ്ധം നയിക്കാൻ നിയോഗിക്കേണ്ടതുണ്ടോ എന്ന ചർച്ച. 15 വയസ്സ് തികയാത്ത ഒരു ചെറുപ്പക്കാരനായിരുന്നു ആ യുദ്ധത്തിൻ്റെ സൈന്യാധിപൻ. പ്രവാചകൻ നിശ്ചയിച്ചത് തന്നെയായിരുന്നു. അതോടൊപ്പം പ്രവാചകന്റെ സ്വഹാബത്ത്, പടയാളികൾ, അവർ മാനസികമായി ഏറെ തളർന്നിരിക്കുന്ന സന്ദർഭമായിരുന്നു. അതോടൊപ്പം ഇസ്ലാമിൻ്റെ എല്ലാതരം ശത്രുക്കളും പ്രത്യക്ഷപ്പെട്ട സമയമായിരുന്നു. കള്ളപ്രവാചകന്മാർ, അതുപോലെ തന്നെ മുനാഫിഖുകൾ, ഇവരൊക്കെ ജാഗരൂകമായി ഇസ്ലാമിനെ തകർക്കാനുള്ള പദ്ധതി ഒരുക്കുന്ന സമയമായിരുന്നു. അവിടെ വെച്ചാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വഹാബത്തിനെ വിളിച്ചു കൂട്ടിയിട്ട് നമ്മൾ ഈ സൈന്യത്തെ എന്ത് ചെയ്യണം, നമ്മൾ ഈ സൈന്യത്തെ എന്ത് ചെയ്യണം എന്ന ചർച്ച യഥാർത്ഥത്തിൽ അവിടെ കൊണ്ടുവരുന്നത്. അപ്പോൾ അവരിൽ ഭൂരിപക്ഷവും അഭിപ്രായപ്പെട്ടത് ആ സൈന്യത്തെ നമ്മളിപ്പോൾ പറഞ്ഞയക്കേണ്ട. അതിന് അദ്ദേഹം കൊടുത്ത ഉത്തരം വളരെ പാഠങ്ങൾ നൽകുന്ന ഒരു ഉത്തരമായിരുന്നു. ലൗ ജറത്തിൽ കിലാബ് ബി അർജുലി അസ്വാജി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഹലൽതു ലിവാഅൻ അഖദഹു സല്ലല്ലാഹു അലൈഹി വസല്ലം മാ അഖദഹു ലിവാഅൻ അഖദഹു സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വളരെ ശക്തമായ ഉത്തരമാണ് അദ്ദേഹം കൊടുക്കുന്നത്. നിങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാണ്. ഇവിടെ ശത്രുവിൻ്റെ പടയൊരുക്കമുണ്ട്, നമ്മൾ മാനസികമായി തളർന്നിരിക്കുകയാണ്, എല്ലാം ശരിയാണ്. എന്നാൽ അതിലേറെ സംഘർഷഭരിതമായ ഒരു രംഗം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പ്രവാചക പത്നിമാരുടെ വീട്ടിൽ കയറി മദീനയിലെ പട്ടിക്കൂട്ടങ്ങൾ അവരുടെ കൈകാലുകൾ കടിച്ചെടുത്ത് മദീനയുടെ അങ്ങാടിയിലൂടെ ചുറ്റി നടന്നാൽ പോലും, അത്രയും വലിയ ആഭ്യന്തര പ്രശ്നം ഇവിടെ ഉണ്ടെങ്കിൽ പോലും, പ്രവാചകൻ അയച്ച സൈന്യത്തെ പിൻവലിക്കാനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിയമിച്ച ആ ഒരു സർവ്വസൈന്യാധിപനെ മാറ്റാനും ഞാൻ റെഡിയല്ല, നിങ്ങൾ എന്തു പറയുന്നു? അതോടുകൂടി അവരെല്ലാവരും ഒന്നിച്ച് ശരിയാണ്, അങ്ങനെയാണെങ്കിൽ സെയ്ദിന്റെ നേതൃത്വത്തിൽ തന്നെ പോട്ടെ എന്ന് തീരുമാനിക്കുകയാണ്. ഇത് ഭൗതികമായൊരു കാര്യമാണ്, അവർക്ക് മാറ്റങ്ങൾ ചെയ്യാവുന്ന കാര്യമാണ്. സൈനികന്മാരെ നിയമിക്കലും സൈന്യത്തിൻ്റെ യുദ്ധത്തിൻ്റെ ക്രമം നിശ്ചയിക്കലൊക്കെ ഭരണാധികാരിക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അത് അങ്ങനെ ആ സമയത്ത് വിടണീനും ആ പതാക, അതിന് പ്രത്യേകിച്ച് പുണ്യങ്ങളൊന്നുമില്ല. പക്ഷെ അത്തരം കാര്യങ്ങളിൽ പോലും അവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അപ്പടി അനുസരിക്കുന്ന, അതേ രീതിയിൽ മുന്നോട്ട് പോകുന്ന മഹത്തായ ഒരു പ്രവാചക സ്നേഹത്തിൻ്റെയും അനുകമ്പയുടെയും ഒക്കെ ചരിത്രം നമ്മൾ വായിക്കുകയാണ്. വളരെ പ്രസിദ്ധനായ ഒരു മഹാപണ്ഡിതൻ വ്യത്യസ്തരായ വ്യക്തികളിലേക്ക് ഇത് ചേർക്കപ്പെട്ടിട്ടുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയിലേക്ക് ചേർത്തുകൊണ്ട് പറയാറുള്ളത്, അത് എങ്ങനെ പാടിയെന്നാണ്: തഅസുൽ ഇലാഹ വഅൻത തസ്ഉമു ഹുബ്ബഹു ഹാദാ ലിഅംരി ഫിൽ ഫിആലി ബദീഉ ലൗ കാന ഹുബ്ബുക സ്വാദിഖൻ ല അതഅതഹു ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ. ഒരാൾ ഇങ്ങനെ അല്ലാഹുവിനെ ധിക്കരിക്കുകയാണ്, തഅസുൽ ഇലാഹ, ഒരാൾ അല്ലാഹുവിനെ ധിക്കരിക്കുകയാണ്. എന്നിട്ട് നീ പറയണം എനിക്ക് അല്ലാഹുവിനെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ പ്രായവും എൻ്റെ കാലമൊക്കെ ഞാൻ ഏറെ അത്ഭുതത്തോടെ ഈ ഒരു വാചകത്തെ ഞാൻ നിരീക്ഷിക്കുകയാണ്. ലൗകാന ഹുബ്ബുക സ്വാദിഖൻ, നിന്റെ ഇഷ്ടം സത്യമാണെങ്കിൽ ലാ തഅതഹു, നീ അനുസരിക്കും. ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ, ഇഷ്ടപ്പെടുന്ന ആള് ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അയാൾ അനുസരിക്കുന്നവരായിരിക്കും എന്നാണ്. ഇത് ഒരു അസ്ലാണ്. ഈ അസ്ൽ വെച്ച് നമ്മളെക്കുറിച്ച് ആലോചിക്കുക, വേറെ ആരെക്കുറിച്ചല്ല, ഞാൻ എന്നെക്കുറിച്ച്, നമ്മൾ ഓരോരുത്തരും നമ്മളെക്കുറിച്ച് ആലോചിക്കണം. നമ്മുടെ സ്നേഹം അള്ളാഹു റസൂലാണോ? നമ്മുടെ സ്നേഹം അള്ളാഹുവിനോടും റസൂലിനോടാണോ? അതല്ല നമ്മുടെ സാഹചര്യങ്ങളോടും സന്ദർഭങ്ങളോടും മാതാപിതാക്കളോടും മക്കളോടും കച്ചവടത്തോടും കൃഷിയോടും ഇതിനോടൊക്കെയാണോ എന്നത് നമ്മൾ പരിശോധിക്കണം. നമ്മുടെ യഥാർത്ഥ സ്നേഹം എന്താണെന്ന് തിരിച്ചറിയാതെ നമുക്ക് മുന്നിൽ പിൽക്കാലത്തുണ്ടാക്കപ്പെട്ട ഹിജ്റ 300 ശേഷം വന്ന മുളഫർ രാജാവ് നടപ്പിലാക്കിയ ഒരു നബിദിനാഘോഷത്തിലൂടെ നമ്മുടെ എല്ലാ ഇഷ്ടവും സ്നേഹവും ആയി എന്ന
വ്യാജമായ സങ്കല്പത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നത് ശൈത്വാനാണ്. വേറെ ആർക്കും എൻ്റെ ചാർജ് ഷീറ്റ് നമ്മൾ കൊടുക്കണ്ട. നമ്മുടെ കാര്യം നമ്മൾ അവലോകനം ചെയ്ത് നമ്മൾ തീരുമാനിക്കണം. നമ്മളെ സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ നമ്മൾ കഷ്ടപ്പെടണം. മനസ്സിലായില്ലേ? നമ്മൾ അധ്വാനിക്കണം, നമ്മൾ പണിയെടുക്കണം. അല്ലൈസലിൽ ഇൻസാൻ ഇല്ലാ മാ സഅ. ഓരോ മനുഷ്യനും അവന്റെ പരിശ്രമം ഉണ്ടാവുള്ളൂ. അല്ലാ തസിറു വാസിറത്തൻ വിസ്റ ഉഖ്റ. ഒരാളും വേറൊരാളുടെ പാപഭാരവും ഏറ്റുകയില്ല. തിൽക ഉമ്മത്തുൻ ഖദ് ഖലത് ലഹാ മാ കസബത്. ഈ വാപ്പാന്റെ വാപ്പിയൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ള ചിന്തയാണോ നിങ്ങളുടെ പ്രശ്നമെങ്കിൽ തിൽക ഉമ്മത്തുൻ ഖദ് ഖലത് ലഹാ മാ കസബത്. അവർക്ക് അവർ ചെയ്തത് കിട്ടും. വലക്കും മാ കസബത്തും, നിങ്ങൾക്ക് നിങ്ങൾ ചെയ്തതും കിട്ടും. അതുകൊണ്ട് ഫാത്തിമത്തു ഖിത്അത്തു കബ്ദി, ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമേ, സലീനി മാ ശിഅ്തി മിൻ മാലി. ഉപ്പാന്റെ കുട്ടിക്ക് ഉപ്പാന്റെ അടുത്തുള്ള പൈസയിൽ നിന്ന് എന്തു വേണമെങ്കിലും ചോദിച്ചു വാങ്ങാം. പക്ഷേ പരലോകത്ത് ഓഹരി നീ ചോദിച്ചു വാങ്ങരുത്. ചരിത്രം വായിച്ചു പോകുമ്പോൾ നമ്മളെ നൊമ്പരപ്പെടുത്തേണ്ട വരികളാണ് ഇതൊക്കെ. എങ്കിൽ നിങ്ങൾ നോക്ക്, ഇസ്ലാമിന്റെ അസ്ൽ എന്താണ്? ഇസ്ലാമിന്റെ അസ്ൽ അള്ളാഹുവിനെ റസൂലിനെ നമുക്ക് ഇഷ്ടമുണ്ടോ, നമ്മൾ അവരെ അനുസരിക്കുന്നുണ്ടാകും, സമഗ്രമായി അനുസരിക്കുന്നുണ്ടാകും. ഖുർആൻ പറയാ, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂന അല്ലാഹ്. നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ അനുസരിക്കണം. എങ്കിൽ യുഹ്ബിബുക്കുമുല്ലാഹ്, അപ്പൊ അള്ളാഹു നിങ്ങളെയും സ്നേഹിക്കും. അപ്പൊ അള്ളാഹുവിനെ സ്നേഹിക്കുന്നതിന്റെ അടിത്തറ, പ്രവാചകനെ സ്നേഹിക്കുന്നതിന്റെ അടിത്തറ അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും പറഞ്ഞത് അനുസരിക്കലാണ് എന്നാണ്. അതുകൊണ്ടാണ് ഹസൻ അൽ ബസരി റഹിമഹുല്ലാഹ് പറഞ്ഞത് ഈ ആയത്തിന്റെ പേര് ആയത്തുൽ മിഹ്ന എന്നാണ്, പരീക്ഷണത്തിന്റെ ആയത്ത് എന്നാണ്. ഓരോരുത്തർക്കും അവരവരെ പരീക്ഷിച്ച് നോക്കാവുന്ന ആയത്ത്. ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പനകൾ അനുസരിക്കുന്നുണ്ടോ? കൽപ്പനകൾ 2-3 തരം ഉണ്ടാകും. ഒന്നൊരു വ്യക്തി ചെയ്യൽ നിർബന്ധമായതുണ്ടാകും, വേറൊന്നൊരു വ്യക്തി ചെയ്യൽ നിർബന്ധമാകൂല, മുസ്തഹബായതുണ്ടാകും. നമ്മളെല്ലാറ്റിനും സുന്നത്ത് എന്നാ പറയാം, അല്ലേ? നിർബന്ധമില്ലാത്ത എല്ലാറ്റിനും നമ്മൾ സുന്നത്ത് എന്നാ പറയാം. ഫിഖ്ഹിലെ ഭാഷയാണത്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ അഖ്വാൽ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്അലുഹു വ തഖ്രീറാത്തുഹു എന്നാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക്, പ്രവൃത്തി, അംഗീകാരം, ഇതിന് മൊത്തം പറയുന്നവരാണ് സുന്നത്ത് എന്ന്. അതിൽ തന്നെ വാക്ക്, നിങ്ങൾ ളുഹർ നിസ്കരിക്കണം എന്നുള്ളതും വാക്കാണ്. ളുഹർ നിസ്കരിച്ച് കാണിച്ചത് പ്രവൃത്തിയാണ്, അല്ലേ? അപ്പോൾ അതിൽ ഫർളായ കാര്യങ്ങൾ ഉണ്ടാകും, സുന്നത്തായ കാര്യങ്ങൾ, മുസ്തഹബായ കാര്യങ്ങൾ ഉണ്ടാകും. ഇത് ഒക്കെ ഒരു വ്യക്തി അനുസരിച്ച് പോവുകയാണെങ്കിൽ അവൻ അനുസരിച്ചിരിക്കുന്നു എന്നാണ്. സഅമ ഖൗമുൻ അന്നഹും യുഹിബ്ബൂനല്ലാഹ്. ഒരു വിഭാഗം ആളുകൾ വാദിക്കുന്നത് അവർക്ക് അള്ളാഹുവിനെ ഇഷ്ടമാണ് എന്നാണ്. ഫബ്തലാഹുമുല്ലാഹു ബിഹാദിഹിൽ ആയ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ആയത്ത് കൊണ്ട് അവരെ പരീക്ഷിച്ചു. അപ്പൊ ക്യാൻസർ കൊണ്ടും കിഡ്നി രോഗം കൊണ്ടും സാമ്പത്തിക പ്രശ്നം കൊണ്ടും വീട്ടിലെ ഒരുപാട് ആളുകൾ ഒന്നിച്ച് മരിക്കുന്നത് കൊണ്ട് മാത്രമൊന്നുമല്ല പടച്ചോൻ പരീക്ഷിക്കുക, ഈ ആയത്തുകൊണ്ട് പരീക്ഷിച്ചു എന്നാ. എന്താ ആയത്ത്? ഖുൽ, നബി അവരോട് പറയുക, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണം, റസൂലിനെ പിൻപറ്റണം. എങ്കിൽ യുഹ്ബിബുക്കുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും എന്നാണ്. അതുകൊണ്ട് തന്നെ വമാ ആതാകുമുർ റസൂൽ, നിങ്ങൾക്ക് റസൂൽ കൊണ്ടുവന്നത് ഫഖുദൂഹു, നിങ്ങൾ അതിനെ എടുക്കണം. വമാ നഹാകും അൻഹു, നിങ്ങൾക്ക് വിരോധിച്ച കാര്യങ്ങൾ ഫൻതഹു, അത് നിങ്ങൾ വിരോധിച്ച് നിർത്തണം. നിങ്ങളോട് അള്ളാഹുവിന്റെ റസൂൽ നിർദ്ദേശിച്ചു, നിങ്ങൾ നിങ്ങളുടെ എല്ലാ നമസ്കാരങ്ങളും ജമാഅത്തായി നിസ്കരിക്കണം. അപ്പൊ ജമാഅത്തായി നിസ്കരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിച്ചു. നിങ്ങൾ ഖുർആൻ പറഞ്ഞു, റസൂൽ പറഞ്ഞു, നിങ്ങൾ പലിശയെ വെടിയണം. അപ്പൊ നിങ്ങൾക്ക് ലോണും പരിപാടിയും പലിശയും ഒരുപാട് ന്യായം വരും. ഈ കാലത്ത് എങ്ങനെ ജീവിക്കുക, എന്ത് ചെയ്യും, എങ്ങനെയാക്കും, അല്ലേ? ഉള്ളതൊക്കെ പോയി, ഒന്നുമില്ല. നമ്മുടെ അടുത്ത് വീടുണ്ട് പോകും, ഒന്നുമില്ല, കംപ്ലീറ്റ് പോയി. ഒരു സമൂഹത്തിന്റെ വേറെ ലോകത്ത് വേറെ ഏതെങ്കിലും നാട്ടിലൊന്നല്ല, ഒരു ഗ്രാമത്തിലെ ഒരാൾ മാത്രം അവശേഷിച്ച് 1000 ആൾ മരിച്ച ഏതോ ഒരു ആഫ്രിക്കൻ ഗ്രാമത്തെ കുറിച്ച് കഴിഞ്ഞ ദിവസം വാർത്ത ഉണ്ടായിരുന്നു. അതിനെ കുറിച്ചൊന്നല്ല. ഒരു 2 മണിക്കൂർ വണ്ടിയിലിരുന്നാൽ എത്ര ചൂരൽമലയിലെ മനുഷ്യരൊക്കെ പോയി. എന്താ കാട്ടുക? നമ്മൾ പറയാം എങ്ങനെ ജീവിക്കുക, നമ്മൾ പറയാം ബാങ്കും പലിശയും ലോണൊന്നും ഇല്ലാതെ എങ്ങനെ ജീവിക്കുക എന്നാണ് നമ്മൾ പറയാം. ശൈത്താൻ ബേജാറാക്കും, കഷ്ടപ്പെടേണ്ടി വരും. എന്നും മീൻ വാങ്ങാൻ പറ്റൂല, എന്നും ഇറച്ചി വാങ്ങാൻ പറ്റൂല, അല്ലേ? വണ്ടി അല്പോ ഒരു ഭാഗത്തേക്ക് സൈഡ് നിർത്തി നല്ലോണം പുതച്ചിടേണ്ടി വരും. പെട്രോൾ അടിക്കാൻ പൈസ ഇല്ലായിട്ട് ഇടയ്ക്കൊന്ന് സ്റ്റാർട്ടാക്കി നിർത്തേണ്ടി വരും. എന്നാലും ഖബറിൽ ചെരിച്ച് കിടത്തിയിട്ട് കല്ലും വെച്ച് മനുഷ്യന്മാർ പോരും. പിന്നെ ഒരു ലോകം ഉണ്ട്, അതിന്റെ പേരാണ് പരലോകം. അതൊരാളും സങ്കല്പങ്ങൾ കൊണ്ട് വിശ്വസിക്കണ്ട, അതൊരാളും ചെറിയ പ്രായം മുതൽ തന്നെ കേട്ടുപോകുന്നത് കൊണ്ട് വിശ്വസിക്കണ്ട. അത് ബോധ്യപ്പെട്ട് വിശ്വസിക്കാവുന്ന വിധം ഓരോ വ്യക്തിയോടും ഖുർആൻ അത് ശക്തമായി സംസാരിക്കുന്നുണ്ട്. കർഷകനോട്, ഗവേഷകനോട്, ചരിത്രകാരനോട്, അല്ലെ, ബുദ്ധിയുടെ ഒരു നാമ്പ് ബാക്കി നിൽക്കുന്ന ആരോടും ആർക്കും ബോധ്യപ്പെടാവുന്ന വിധം ഖുർആൻ അത് സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ കൊണ്ടുവന്നത് നിങ്ങൾ സ്വീകരിക്കണം, അള്ളാഹുവിന്റെ പ്രവാചകൻ നിരോധിച്ചത് നിങ്ങൾ ഒഴിവാക്കണം. അപ്പോഴേ എന്ത് ചെയ്യുള്ളൂ? ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. അതാണ് സ്നേഹം. അല്ലാതെ എല്ലാവരും കൂടി വട്ടം കൂടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചൊല്ലിപ്പറഞ്ഞ് പിരിഞ്ഞാൽ അതുകൊണ്ട് പ്രവാചക സ്നേഹാവെന്ന് വിചാരിക്കരുത്. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളുടെയും വിശ്വാസം പൂർണ്ണമാവുകയില്ല. ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളെ വാപ്പാനെക്കാളും ഉമ്മാനെക്കാളും മക്കളെക്കാളും കുട്ടികളെക്കാളും സർവ്വതിനേക്കാളും ഞാൻ ഏറ്റവും പ്രിയപ്പെട്ട ആളാകുന്നതുവരെ. ആ വാചകത്തിനൊരു ക്ലാരിറ്റി കൊടുക്കണ കാര്യമാണ് ഇമാം തുർമിദി റഹിമഹുല്ലാഹ് ഉദ്ധരിച്ചത്. മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി, എന്നെ ആര് സ്നേഹിച്ചോ
എന്റെ സുന്നത്തിനെ ആര് സ്നേഹിച്ചോ അവർ എന്നെ സ്നേഹിച്ചു. വമൻ അഹബ്ബനി, എന്നെ ആര് സ്നേഹിച്ചോ കാന മഈ ഫിൽ ജന്ന, അവൻ എൻ്റെ കൂടെ സ്വർഗത്തിലായിരിക്കും. അപ്പൊ ജീവിതത്തിലെ ഓരോ കാര്യത്തിലും സുന്നത്തുകളുണ്ട്. അത് ആകുന്നത്ര എടുക്കുക. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹാ. ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കഴിവിന്റെ അപ്പുറത്തൊന്നും നിർദ്ദേശിക്കണില്ല. ഫറലുകൾ എന്നെ സുഹൃത്തുക്കളെ എത്രണ്ണം നമ്മൾ ഒഴിവാക്കുന്നുണ്ട്. സുന്നത്തുകൾ അവിടെ നിൽക്കട്ടെ, ഫറലുകൾ എത്രണ്ണം നമുക്ക് മിസ്സിംഗ് ആണ്. ഞാൻ എൻ്റെ ഖുത്ബയിൽ ഏറ്റവും ആവർത്തിച്ച് പറയാറുള്ള കാര്യങ്ങളിൽ ഒന്ന് ജമാഅത്ത് നമസ്കാരത്തിന്റെ കാര്യമാണ്. എന്നെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കേൾക്കുന്ന ആളുകൾക്ക് അറിയാം. അൽഹംദുലില്ലാഹ് ഒരു സഫ് 1.5 സഫ് ആളുകളൊക്കെ പൊതുവേ നമുക്ക് ഉണ്ടാവാറുണ്ട്. ആളുകൾ അതിന്റെ ഗൗരവം ഉൾക്കൊണ്ട്, ഞാൻ പറഞ്ഞുകൊണ്ട് മാത്രമല്ല, ആളുകൾ അതിന്റെ ഗൗരവം ഉൾക്കൊണ്ട് വരാറുണ്ട്. പക്ഷേ ഞാൻ ഇടയ്ക്ക് പറഞ്ഞ പോലെ ശരിയാകാത്ത കുറേ ചങ്ങന്മാരുണ്ട്. ഈ ജമാഅത്ത് നിസ്കാരം എന്ന സാധനം ഉണ്ടല്ലോ, അത് അതിന്റെ നേരത്തെ കൊണ്ടുപോയി സെറ്റാക്കി വെക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ അയാൾ അത്രയും കാലം കാണാത്തത് പലതും കണ്ടു തുടങ്ങും. അയാൾക്ക് പല നിലക്കുള്ള ആശ്വാസങ്ങളും ആസ്വാദനങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, എന്താ, മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി, എന്റെ സുന്നത്തിനെ സ്നേഹിച്ച വ്യക്തി എന്നെ സ്നേഹിച്ചു. നിങ്ങൾ ഈ സുന്നത്ത് എന്ന് പറയുമ്പോൾ ഒരിക്കലും അർത്ഥം വെക്കരുത് ചെയ്താൽ കൂലിയുള്ളതും ചെയ്തിട്ടില്ലെങ്കിൽ ശിക്ഷ അല്ലാത്തതൊന്ന്. മുസ്തഹബ് എന്നാണ് ഫിഖ്ഹിൽ അതിന് പറയാം. അതിനാണ് ഞാൻ പറഞ്ഞത്, സുന്നത്തിൽ ചിലപ്പോൾ ഫറലായതുണ്ടാവും. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് മാതാപിതാക്കളെ അനുസരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് സുന്നത്തിലുള്ളതാ, അത് ഹദീസിലുള്ളതാ. മാതാപിതാക്കളെ അനുസരിക്കൽ ഫർളല്ലേ, ഫർളാണ്. അപ്പോൾ കേവലം ചെയ്താൽ കൂലിയുള്ളതും ചെയ്തിട്ടില്ലെങ്കിൽ കുറ്റല്ലാത്തതിനല്ല സുന്നത്ത് എന്ന് പറയാം. തിരുത്തണം നമ്മൾ കേട്ടോ, തിരുത്തണം. ഫിഖ്ഹിന്റെ ഭാഷയിൽ അവിടെ സുന്നത്ത് എന്ന് പറഞ്ഞു പോകും. ഏതായാലും അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രയോഗമാണ്, ഒമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൂടെ സ്വർഗ്ഗത്തിലായിരിക്കും എന്നാണ്. അതുകൊണ്ട് തന്നെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാം, അൽ മഹബ്ബത്തു സ്വാദിഖ, സത്യസന്ധമായ സ്നേഹം എന്ന് പറയുന്നത് ലാ യസിഹു മഅഹാ മുഖാലഫത്തുൽ മഹബൂബ്. എന്താ, സ്നേഹിക്കപ്പെടുന്ന വ്യക്തി ആരാണോ ആ വ്യക്തിയോട് ധിക്കാരം പ്രവർത്തിച്ചിട്ടൊരു സ്നേഹം ഉണ്ടാവുകയില്ല. ഫകുല്ലമാ കാനത്തി ത്വഅതു അതമ്മ കാനത്തിൽ മഹബ്ബത്തു അസ്ദഖു. സ്നേഹം, അനുസരണം എപ്പോഴെല്ലാം പൂർണ്ണമാകുമോ അപ്പോഴെല്ലാം സമ്പൂർണ്ണമായ സ്നേഹം സംഭവിക്കുന്നു. എപ്പോഴെല്ലാം അനുസരണം പൂർണ്ണമാകുന്നോ, അനുസരണമാണ് ഇവിടുത്തെ വിഷയം. പ്രവാചകനെ അനുസരിക്കണം ഓരോ കാര്യത്തിലും. ഇന്നിപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്തൊക്കെ ഉണ്ടായിരുന്നു, വീട് പൂട്ടുമ്പോൾ അവിടെ ഒരു ബിസ്മി ചൊല്ലേണ്ടിയിരുന്നു അല്ലേ, വീട്ടിലെ ലൈറ്റ് ഒക്കെ ഓഫാക്കി, ഒക്കെ പ്രവാചകനുള്ള അനുസരണ. എന്താ, ഇസ്രാഫ് പാടില്ല, ലൈറ്റ് ഒക്കെ ഓഫാക്കണം, വാതിലുകളൊക്കെ അടക്കണം. പ്രവാചകൻ പഠിപ്പിച്ച ബിസ്മി ചൊല്ലി വാതിലടക്കാൻ. ബിസ്മി ചൊല്ലി വാതിലടച്ചോളിയും സുരക്ഷിതത്വം ഉണ്ടാവുന്ന. നമ്മളെന്താ ചെയ്യുക, ബദർമാല അവിടെ കെട്ടി തൂക്കിയിട്ട് സുരക്ഷിതത്വം ഉണ്ടാവും എന്ന് വിചാരിച്ചേക്കും. ഇതാണ് എന്തൊക്കെ ഇസ്ലാം പഠിപ്പിച്ച അതിനൊക്കെ ഒരു പാരഡി ഉണ്ട്. പാരഡി പാട്ടിൽ മാത്രമൊന്നുമില്ല. നിങ്ങൾക്ക് വിഷമം തോന്നരുത് ഞാൻ പറഞ്ഞതിന്. ഇത് ഞാനാണ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. ഒരു വ്യക്തിയെയോ ഒരു പ്രസ്ഥാനത്തെയോ ഒന്നിനും ഞാൻ പറയണില്ല. ഞാൻ ആശയത്തോട് മാത്രമേ സംസാരിക്കലുള്ളൂ. ഇവിടെ നല്ല എവിടെ അങ്ങനെ സംസാരിക്കലുള്ളൂ കേട്ടോ, എവിടെ അങ്ങനെ സംസാരിക്കലുള്ളൂ. വ്യക്തികൾ നമ്മളെ വിഷയമല്ല, അവരുടെ താല്പര്യമോ കാര്യമോ നമ്മളെ ചർച്ചയില്ല, അത് അവരും പരലോകമായി. പക്ഷേ നമ്മൾ വിഷയങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. നേരെ വണ്ടിയിലേക്ക് കയറുമ്പോൾ നമുക്ക് ചൊല്ലാൻ ദിക്റുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ഉണ്ട്. എത്ര വട്ടം ഈ മെമ്പർമാർ നമ്മൾ കേട്ടിട്ടുണ്ട് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്നതിന്റെ ഫളല്. ആരാ ദിക്റില്ല എന്ന് പറഞ്ഞ്, ആരാ ദുആ ഇല്ല എന്ന് പറഞ്ഞ്? ഈ മിമ്പറിന്റെ താഴെ ഇരിക്കണം ഒരാൾക്കും അത് പറയാൻ പറ്റൂല. പ്രിയപ്പെട്ടവരെ, വണ്ടിയിൽ കയറിയാൽ ദിക്റുണ്ട്, കയറ്റം കയറുമ്പോൾ ദിക്റുണ്ട് അല്ലേ, ഒരു സ്ഥലത്ത് വന്ന് ഇറങ്ങുമ്പോൾ ദിക്റുണ്ട്, പള്ളിയിൽ കയറുമ്പോൾ ദിക്റുണ്ട്. ഇതൊക്കെ സുന്നത്താണ്. ഇതിൽ ചിലത് ഫർളാണ് അല്ലേ. ഇങ്ങനെ വരുമ്പോൾ ജുമാക്ക് വരിക എന്നുള്ളത് ഫർളാണ്. ബാക്കി അതിന്റെ ചുറ്റുമുള്ളതൊക്കെ സുന്നത്ത്. നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് അതുകൊണ്ട് കുറ്റൊന്നും കിട്ടൂല. ജീവിതത്തിൽ ഒരിക്കലും ചെയ്യാത്ത ഒരാളാണെങ്കിലോ ആക്ഷേപാർഹനാണ് അയാൾ, അതിൽ സംശയമൊന്നുമില്ല. ഇനി ഒന്നുകൂടി നമുക്ക് വ്യക്തത തരുന്ന റസൂലുള്ളാഹിയുടെ ഒരു ഹദീസാണ്. എന്ത്, ശരിക്ക് കേട്ടുള്ള ഈ ഹദീസ്. ഈ ഹദീസും ഒന്നൊക്കെ പൊളിയും. നമ്മളെ ഉള്ളിൽ നമ്മൾ കെട്ടിവെച്ചുണ്ടാക്കിയ മുഴുവൻ സങ്കല്പങ്ങളും പൊളിയും. എന്താ അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രയോഗം, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളുടെയും വിശ്വാസം പൂർണ്ണമാവുകയില്ല, ഹത്താ അകൂനു ഹവാഉ തബഅൻ ലിമാ ജിഅ്തു ബിഹി, ഹത്താ യകൂനു ഹവാഉ, അവന്റെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ആകുന്നതുവരെ, ലിമാ ജിഅ്തു ബിഹി, ഞാൻ കൊണ്ടുവന്ന ഹഖിന്റെ, ഞാൻ കൊണ്ടുവന്ന വഹയിന്റെ കൂടെ ആകുന്നതുവരെ. നിങ്ങളെ ഇഷ്ടവും താല്പര്യം അതിനനുസരിച്ചാകണം. നിങ്ങളെ താല്പര്യത്തിനനുസരിച്ച് ഇസ്ലാമിനെ അങ്ങോട്ട് സെറ്റ് ചെയ്യല്ല. നമ്മളെ ഇഷ്ടവും താല്പര്യവും അനുസരിച്ച് ഒരു ഇസ്ലാം ഉണ്ടാക്കുക അല്ലേ. ഇപ്പൊ അങ്ങനെയുണ്ട്. ചാനൽ ചർച്ചയിൽ ഒരു ചങ്ങാതി ചോദിച്ചു, എന്താണ്, ചില സിനിമാ നടന്മാരുടെ പേരും ചില സാഹിത്യകാരന്മാരുടെ പേരൊക്കെ എടുത്ത് ഉന്നയിച്ചിട്ട് സ്ഥിരമായിട്ട് ചോദിക്കണോണ്ട് ചങ്ങാതി, എന്താ ഇവരൊക്കെ ഇവിടെ മുസ്ലിങ്ങളായി ജീവിക്കുകയാണല്ലോ, ഇവർക്ക് ഇതൊക്കെ പറ്റുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് എന്താ പറ്റാത്ത? ഈ ചങ്ങാതിക്കറിയോ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ സഹാബി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ആളുകൾ ഇങ്ങനെ നിന്ന് വർത്താനം പറയാം, അബൂബക്കർ പറഞ്ഞു, ഉമർ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ ഇങ്ങനെ പറയാം. ഉടനെ ഈ പറയുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒക്കെ കൂടെ ജീവിച്ച ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാം, നിങ്ങളെ മേലെ ആകാശത്ത് നിന്ന് ചരൽക്കല്ല് വരും. നിങ്ങൾ മുത്ത് റസൂലുള്ള പറഞ്ഞു എന്ന് പറയുന്നതിന് പകരം ഇബ്നു അബ്ബാസ് പറഞ്ഞു, പിന്നെ അബൂബക്കർ പറഞ്ഞു, ഉമർ പറഞ്ഞു എന്നാ പറയണത്. അതാണ് ഈ ഇസ്ലാം. 4 മദ്ഹബിന്റെ അയിമ്മത്ത് പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞതിൽ പിഴവുണ്ടാകും, നിങ്ങൾ എന്ത് ചെയ്യണം, പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിനെ സ്വീകരിക്കണം. ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞു, ഈ ഖബറിൽ കിടക്കുന്ന മുത്ത് റസൂലുള്ളാഹി അല്ലാതെ ആര് പറഞ്ഞതിലും പ്രവർത്തിച്ചതിലും പ്രശ്നം ഉണ്ടാകും, അത് നിങ്ങൾ ഒഴിവാക്കണം, നിങ്ങൾ മുത്ത് റസൂലുള്ളാഹി പറഞ്ഞത് സ്വീകരിക്കണം അല്ലേ. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, ലാ യുഅ്മിനു അഹദുക്കും,
നിങ്ങളിൽ ഒരാളുടെയും വിശ്വാസം പൂർണ്ണമാകില്ല ഹത്താ യകൂന ഹവാഉ, അവന്റെ ഇഷ്ടമായി തീരണം, തബഅൻ ലിമാ ജിഅ്തു ബിഹി, ഞാൻ കൊണ്ടുവന്നതിന് അനുസരിച്ചായി തീരണം. തബഅൻ എന്ന് പറഞ്ഞാൽ അതർത്ഥം അതിനനുസരിച്ച് നിങ്ങളെ ഇഷ്ടവും താല്പര്യമൊക്കെ അങ്ങോട്ട് മാറണം. ഒരു സ്ത്രീ അവൾ വേഷം ധരിക്കുമ്പോൾ അവളുടെ ഫ്രണ്ട്സും അവരുടെ ബാക്കി കാര്യങ്ങളൊക്കെ അവളെ പ്രേരിപ്പിക്കുന്നത് വേറൊരു കോലത്തിലാണ്. അവളുടെ കല്യാണം വരികയാണ്. ആ കല്യാണത്തിന് നാട്ടിലുള്ള സേവ് ദ ഡേറ്റ് തൊട്ടിട്ട് അങ്ങോട്ട് പല്ലക്കിൽ കൊണ്ടുവരുന്നത് വരെയും പിന്നെ അവസാനം മണിയറയിൽ കൂട്ടുകാരൊപ്പിക്കണേ എല്ലാ പരിപാടിയും എല്ലാ തോന്നിയാസൊക്കെ സമൂഹത്തിലുണ്ട്. അതൊന്നും വേണ്ടെന്ന് പറയാൻ, അതിനോട് നോ പറയാൻ നിനക്ക് പറ്റണം. നിന്റെ കച്ചവടം അതിപ്പോ കച്ചവടമൊക്കെ ആകുമ്പോൾ എങ്ങനെയൊക്കെ ചെയ്താലേ ആകുള്ളൂ. വണ്ടി കച്ചവടമാണ്, അത് അതിൽ ഇന്ന സാധനം ഉണ്ട്, ഇന്നത് മാറ്റി വെച്ചതാണ്, അതൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ട് അല്ലെ എഞ്ചിന്റെ നമ്പർ അടക്കം ക്രമീകരിച്ച് തന്നിട്ട് കച്ചവടം ഒരു ഉറുപ്പ്യ കൊണ്ട് ഉപകാരം ഉണ്ടാവില്ല. ഉപകാരം തോന്നും ഒക്കെ കൂടെ കൊണ്ടുപോയിട്ട് ഒരൊറ്റ പിടുത്തം പഠിച്ചം പിടിക്കും, കൊണ്ടുപോയിട്ടാണ് ചാടിക്കും കുണ്ടില്. തട്ടിപ്പിന്റെയും വെട്ടിപ്പിന്റെയും പണത്തിന് അവസാനം സംഭവിക്കുക അതാണ് കേട്ടോ. ഭയങ്കര ശതകോടീശ്വരന്മാര്, അവർ ഭയങ്കര സംഭവം നിങ്ങൾ വിചാരിക്കും. നമ്മളെ ഇന്ത്യയിൽ മാത്രം എത്ര ആളുകൾ അല്ലെ നാട് വിട്ടു. അതുകൊണ്ട് അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും പറയുന്നിടത്ത് നിൽക്കാൻ നമുക്ക് സാധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. മൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നി, എന്റെ സുന്നത്തിനോട് വിരോധം കാണിക്കുന്നവൻ, അതിൽ താല്പര്യം കാണിക്കാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല. അപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അള്ളാഹുവിന്റെ ഖുർആനും പഠിപ്പിക്കുന്ന രീതി അതാണ്. സുഫിയാൻ സൗരി റഹിമഹുള്ള പറയാണ്, കാനു യഖൂലൂൻ, മുൻഗാമികൾ പറയാറുണ്ടായിരുന്നു, ലൈസൽ ഈമാനു ബിത്തഹല്ലി, ഈമാൻ കുറെ അലങ്കാരങ്ങളല്ല, ഈമാൻ കുറെ ഡെക്കറേഷനുകളല്ല, വലാ ബിത്തമന്നി, കുറെ ആഗ്രഹങ്ങളല്ല. എനിക്ക് ഹജ്ജ് ചെയ്യണം, എനിക്ക് ഉംറ ചെയ്യണം, എനിക്കൊരു പള്ളി ഉണ്ടാക്കണം അല്ലെ, അതല്ലെങ്കിൽ കൊണ്ടു നടക്കുന്ന കുറെ കാട്ടിക്കൂട്ടലുകളല്ല ഈമാൻ. പിന്നെയോ വലാകിൻ മാ വഖറ ഫിൽ ഖൽബി വസദ്ദഖഹുൽ അമൽ, നിന്റെ ഹൃദയത്തിൽ നീ അടിയുറച്ച് നിലകൊണ്ടതും നിന്റെ ജീവിതത്തിൽ നീ പ്രത്യക്ഷപ്പെടുത്തിയതുമായ കാര്യങ്ങളാണ്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയാണ്, അൽ മഹബ്ബത്തു മുസ്തലിസിമത്തുൻ ലിത്വാഅ, ഇഷ്ടമെന്ന് പറയുന്നത്, സ്നേഹമെന്ന് പറയുന്നത് അതെന്തുമായി ബന്ധപ്പെട്ടതാണ്? അനുസരണവുമായി ബന്ധപ്പെട്ടതാണ്. ഒമൻ അഹബ്ബല്ലാഹ, ആരെങ്കിലും അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടാൽ, അതാഅഹു ലാ മഹാല, അള്ളാഹുവിനെ അവൻ അനുസരിച്ചിരിക്കും, യാതൊരു സംശയമല്ല. ഒമൻ അസാഹു, ആരെങ്കിലും അള്ളാഹുവിനെ ധിക്കരിച്ചാൽ, ദല്ല ദാലിക അലാ ളഅഫി മഹബ്ബതിഹി, അള്ളാഹുമായുള്ള അവന്റെ ഇഷ്ടത്തിന്റെ ദൗർബല്യത്തെയാണ് കാണിക്കുന്നത്. അതല്ലാണ്ട് ജീവിത സാഹചര്യം ഒന്നും അല്ലത്, അത് വെറുതെ പറയാം. ഈ ജീവിതമൊക്കെ അവന് പടച്ചോൻ കൊടുത്തതാണ് പരീക്ഷിക്കാൻ. എന്നിട്ട് ഈ സാഹചര്യത്തിലൂടെ അവൻ മുറിച്ച് കടന്നു പോകുന്നുണ്ടോ എന്നതാണ് പടച്ച റബ്ബ് പരിശോധിക്കുന്നതെന്നാണ്. അതുകൊണ്ടാണ് വാതിഉല്ലാഹ വാതിഉർ റസൂല, നിങ്ങൾ അള്ളാഹുവിനെ റസൂലിനെ അനുസരിക്കണം. വഹ്ദറു വഇൻ തവല്ലൈതും ഫഅലമു അന്നമാ അലാ റസൂലിനൽ ബലാഗുൽ മുബീൻ, നിങ്ങൾ വേണ്ടാത്തതിൽ നിന്ന് വിട്ടു നിൽക്കുകയും വേണം. നിങ്ങൾ ധിക്കാരം കാണിച്ചാൽ അള്ളാഹുവിന്റെ റസൂലിനെ എത്തിച്ചു തരൽ മാത്രമേ ബാധ്യതയുള്ളൂ എന്നൊക്കെ ഖുർആൻ ശക്തമായ പ്രയോഗങ്ങൾ നടത്താൻ കാരണം അതാണ് എന്നാണ്. ഇനി അത് എവിടുന്നാണ് കിട്ടുക? അത് അള്ളാഹുവിന്റെ ഖുർആനിൽ നിന്നും അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രമാണം പിന്നെ വചനങ്ങളിൽ നിന്നും കിട്ടും. അത് നമുക്ക് കിട്ടുമോ? വലഖദ് യസ്സർനൽ ഖുർആന ലിദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ, ഖുർആൻ ആര് പഠിച്ചാലും എളുപ്പം പഠിയുന്നതാണ്. ഖുർആൻ ആര് പരിശോധിച്ചാലും എളുപ്പം പഠിയുന്നതും മനസ്സിലാകുന്നതുമാണ്. എത്ര ആളുകൾ ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട് സുഹൃത്തുക്കളെ, എത്ര ആളുകൾ ഇസ്ലാമിന്റെ വഴിയിലേക്ക് വരുന്നുണ്ട്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഒരുപക്ഷെ പരാമർശിച്ചു പോയൊരു സഹോദരിയെ എനിക്കിപ്പോൾ ഓർമ്മ വരികയാണ്. അവരുടെ ഒരു കൊച്ചു പുസ്തകമുണ്ട്, എൻ്റെ പ്രിയപ്പെട്ട മമ്മിക്ക് എന്നാണ് ആ പുസ്തകത്തിന്റെ പേര് കേട്ടോ. അവരുടെ ജോലി സ്ഥലത്ത് അവർ ജോലി ചെയ്യുമ്പോൾ 3 കമ്പ്യൂട്ടറിൽ ഇരുന്ന് ജോലി ചെയ്യാണ്. അപ്പോൾ ഒരു ക്രിസ്ത്യാനിയായ പെൺകുട്ടി ഹിന്ദുവായ ഈ സഹോദരിയെ പിന്നെ ഒന്ന് കളിയാക്കി. അല്ല, ഒരു ക്രിസ്ത്യാനിയായ സഹോദരി അവരുടെ കൂട്ടുകാരെ ഹിന്ദുവായ പിന്നെ സഹോദരിയെ ഒന്ന് ട്രോളി. എടി നിനക്കൊക്കെ വലിയ കാര്യമില്ലേ, നിനക്കൊക്കെ ഒരുപാട് ദൈവങ്ങളാണ് എന്ന് പറഞ്ഞു. ഓരോ കാര്യത്തിനും ഓരോ ദൈവമല്ലേ എന്ന് തമാശക്ക് പറഞ്ഞു. അങ്ങനെ ഒരു തമാശ ഇസ്ലാമികമായി അനുവദിക്കപ്പെട്ടതല്ല. അന്യ മതസ്ഥരെയും അവരുടെ ദൈവങ്ങളെ ഒന്നും പരിഹസിക്കുക എന്നുള്ളത് നമ്മുടെ രീതിയല്ല. ചില കഥകളൊക്കെ ഉണ്ടാവുക, കഥകൾ പറഞ്ഞാൽ നമ്മളെങ്ങനെ ചിരിക്കുക. ഇതൊന്നും അള്ളാഹുവിന്റെ റസൂൽ അനുവദിക്കുന്നതല്ല, ആയത്തിന്റെ നസ്സാണ് കേട്ടോ. ഞാനത് വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് പോണില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മതത്തെയും ജീവിതത്തെയും ഒക്കെ ഭാഗികമായി അറിഞ്ഞ ഈ ഹിന്ദു പെൺകുട്ടി അവളോട് പറഞ്ഞു, നിനക്കൂണ്ടല്ലോ 3 ദൈവങ്ങൾ, യേശു ക്രിസ്തു, കന്യാമറിയമും യഹോവയൊക്കെ. മുസ്ലിങ്ങളെ പഠിക്കണം നീ, മുസ്ലിങ്ങൾക്ക് അങ്ങനെ ഒറ്റ ദൈവമേ ഉള്ളൂ. ഇത് ഈ കുട്ടീൻ്റെ മനസ്സിൽ വല്ലാതെ കൊണ്ടു. അവളെന്ത് ചെയ്തറിയോ? ഗൂഗിൾ ചെയ്തു. അവൾ ഗൂഗിൾ ചെയ്തിട്ട് ഖുർആൻ ഡൗൺലോഡ് ചെയ്തു. ഖുർആൻ ഇങ്ങനെ ഓതി പോകുമ്പോൾ സൂറത്ത് മാഇദയിലെ 82-ാമത്തെ ആയത്തിലെത്തി. എന്താ അവര് പറയും, യഖൂലൂന റബ്ബന ആമന്ന, പടച്ചോനെ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന ആയത്തോതാണ്. അതായത് ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ചിട്ടുള്ള പ്രയോഗമാണ്. അവരിങ്ങനെ സത്യം ബോധ്യപ്പെടുമ്പോൾ പിന്നെ ഞാനിനി എന്താ ചെയ്യുക, വീട്ടിൽ ഇന്ന അവസ്ഥയല്ലേ, നാട്ടിൽ ഇന്ന അവസ്ഥയല്ലേ, നാട്ടുകാരെ പേടിക്കണ്ടേ, നമ്മളൊക്കെ പോലെ നമ്മളെ പലരെയും പോലുള്ള അവസ്ഥ, അതൊന്നും വിചാരിക്കാതെ അവരെന്ത് ചെയ്യും? ഒരൊറ്റയടിക്ക് യഖൂലൂന ആമന്ന റബ്ബന ആമന്ന, പടച്ചോനെ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, വക്തുബന മഅശാഹിദീൻ, നിന്റെ ദീനിന്റെ സത്യപാതയിൽ സാക്ഷിയാവരുടെ കൂടെ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ എന്നവർ പറയും. അപ്പം അവരുടെ കണ്ണ് നിറയും എന്ന് ഖുർആന്റെ ഒരു പ്രയോഗമുണ്ട്. അപ്പോൾ ഈ സഹോദരി പറയാണ്, ഞാൻ ഈ ആയത്തിങ്ങനെ ഓതുമ്പോൾ എൻ്റെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ഞാൻ നേരെ കയറിയിട്ട് എങ്ങനെയാണ് ഒരാൾ ഇസ്ലാം സ്വീകരിക്കാമെന്ന് ഗൂഗിളിനോട് ചോദിച്ചു. ഗൂഗിൾ പറഞ്ഞു,
നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കാൻ നിങ്ങൾ ഷഹാദത്ത് കലിമ ചൊല്ലണം. ഇംഗ്ലീഷിൽ ഇങ്ങനെ ASH അങ്ങനെ ആ ഷഹാദത്ത് കലിമിൻ്റെ വാചകം അവരവിടെ വെച്ച് ഉച്ചരിച്ചു. പിന്നെ അവരിങ്ങനെ വായിക്കാൻ തുടങ്ങി. ഖുർആൻ ആദ്യം മുതൽ ഇങ്ങനെ വായിക്കാൻ തുടങ്ങി. ഒരുപാട് കാര്യങ്ങൾ അവരെ ആകർഷിച്ചപ്പോൾ അവരാ വായന ശക്തിപ്പെടുത്തി. വായിക്കുന്നതും ബോധ്യപ്പെടുന്നതൊക്കെ പതിയെ ഇങ്ങനെ അമ്മക്ക് ഇങ്ങനെ കത്തെഴുതാൻ തുടങ്ങി. ആ കത്തുകളുടെ സമാഹാരമാണ് എൻ്റെ പ്രിയപ്പെട്ട മമ്മിക്ക് എന്ന പുസ്തകം. ആ പുസ്തകത്തിൻ്റെ പുറംചട്ടയിൽ ഒരു വാചകം കാണാം. അമ്മയ്ക്ക് ഞാൻ എഴുതി, അമ്മേ, യേശു ക്രിസ്തുവിൻ്റെ മുന്നിൽ നമ്മളിങ്ങനെ കുനിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടാത്ത ഒരു തരം മനോഗതം എനിക്ക് എവിടെയോ ഇപ്പോൾ കിട്ടുന്നുണ്ട്. കുഞ്ഞേശു അമ്മയെ സംരക്ഷിച്ച് എൻ്റെ അമ്മ വ്യഭിചാരിണിയല്ലെന്ന് ലോകത്തോട് പറഞ്ഞ നിമിഷം വായിച്ചപ്പോൾ അമ്മയെ ഞാൻ പൊട്ടിക്കരഞ്ഞുപോയി. യേശു ക്രിസ്തു കല്യാണ വിരുന്നിൽ മദ്യം വിളമ്പിയ ചരിത്രമാണ് അവിടെ ഉള്ളതെങ്കിൽ ഇവിടെ അത്ഭുതം അതല്ല അമ്മേ എന്നൊക്കെയുള്ള നല്ല മനോഹരമായ വരികൾ കാണാം. ഞാൻ പറയുന്നത്, ഇവരേത് മദ്രസയിലാണ് പോയത്? ഇവർക്ക് എത്ര ആയത്തറിയും? ഇവർക്ക് ഏത് കിതാബ് അറിയാം? സത്യസന്ധമായി ഹക്കന്വേഷിക്കുന്ന മനുഷ്യർക്ക് മുന്നിൽ സത്യം പടച്ചവനെ ഇറക്കി കൊടുക്കും, ഒരു സംശയമില്ല. അതുകൊണ്ട് സത്യസന്ധമായി വിഷയങ്ങളെ പഠിക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിയണം. പ്രവാചകന്റെ സ്വഹാബത്ത് അവരുടെ ചരിത്രത്തിലുടനീളം പാലിച്ച അത്ഭുതകരമായ അനുസരണത്തിന്റെ കാര്യം ഇതാണ്. എന്തിലും അല്ലേ, കഴിഞ്ഞ ആഴ്ച ഞാൻ പരാമർശിച്ചു പോയി. പ്രവാചകൻ ഒരു ദിവസം ഒരു മോതിരമായിട്ട് മിമ്പറിൽ കയറി. അള്ളാഹുവിന്റെ വഹി വരികയാണ്, അതിൽ സ്വർണത്തിന്റെ അംശം ഉണ്ട് എന്ന്. പ്രവാചകൻ അത് ഊരി. അപ്പൊ അവരൊക്കെ അവരുടെ കയ്യിലുള്ള മോതിരങ്ങൾ ഊരി. നബി പറഞ്ഞു, ഇതിൽ സ്വർണത്തിന്റെ അംശം ഉണ്ട്, ഞാൻ അതുകൊണ്ട് അത് ഒഴിവാക്കുകയാണ്. സ്വർണ്ണം നമുക്ക് പറ്റൂല, പുരുഷന്മാർക്ക് പറ്റൂല. അഥവാ പ്രവാചകൻ ഒരു ടീച്ചറായിരുന്നു, മാതൃകാപരമായി ടീച്ചിങ് എയ്ഡ് വെച്ചാൽ പഠിപ്പിച്ചിരുന്നത്. ആ ടീച്ചിങ് എയ്ഡും കൊണ്ട് അള്ളാഹു മിമ്പർമക്ക് എത്തിച്ചതാണ് റസൂലുള്ളാഹി. ആ മറവി അതിനുള്ളതാണ്, അല്ലെങ്കിൽ ആ ഒരു കാര്യം അതിനുള്ളതാണ്. അവിടെ വെച്ച് വഹി കിട്ടി. പ്രവാചകൻ സ്വർണം പരസ്യമായി ഒഴിവാക്കി കാണിച്ചു കൊടുത്തു. അവരത് ഒഴിവാക്കി. അല്ലേ, ഇനി നോക്കൂ, നമ്മൾ ഒഴിവാക്കേണ്ട. പക്ഷെ കുട്ടികളുണ്ടാവുമ്പോൾ അമ്മായിന്റെ വക, മൂത്തമ്മാന്റെ വക, ആൺകുട്ടികളാണെങ്കിൽ സ്വർണം കെട്ടിയിട്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്വന്തം കുഞ്ഞിനെ മടിയിലിരുത്തി ഇപ്പോ എന്റെ ഖുത്ബ കേൾക്കുന്നവരുണ്ടെങ്കിൽ അഴിച്ചട വെച്ചളി. അതാണ് ഈ ആയത്തിന്റെ പാഠം. അത് കുട്ടികളല്ലേ. അതാ ഞാൻ പറഞ്ഞത്, ഞാൻ കൊണ്ടുവന്ന സത്യങ്ങൾക്ക് ഒപ്പം നിങ്ങളുടെ നിലപാടാകുന്നത് വരെ നിങ്ങൾക്ക് എന്നോടുള്ള ഇഷ്ടമുണ്ടാകുന്നില്ലെന്ന് റസൂലുള്ളാഹി പറയാണ്. കുട്ടികളെ കൊണ്ടേറ്റ് പിന്നെ സ്റ്റേജ് കയറ്റിയിട്ട് പ്രവാചകനെ പറ്റി 4 പ്രശംസാഗാനം പാടലല്ല പ്രവാചക സ്നേഹം. പ്രശംസാഗാനമൊക്കെ നമുക്ക് പാടാം, അതിരിവിടാത്ത ഗാനം പാടാം. അള്ളാഹുവിന്റെ റസൂൽ വന്നപ്പോ, മദീനയിലേക്ക് വന്നപ്പോ ഈ പാട്ട് മനോഹരമായി പാടിയിട്ടുണ്ട്. നബി അത് കേട്ടു. പിന്നെ അതിരിവിട്ടപ്പോ നിർത്തി. നാളെ നടക്കാൻ പോണ കാര്യങ്ങൾ ആരുടെ ഒരു നബി അങ്ങ് ഉണ്ടെന്നപ്പോ നിർത്താൻ പറഞ്ഞു. അതൊക്കെ ഇസ്ലാമിലുണ്ട്. ഇസ്ലാമിലുള്ളത് അതേപോലെ സ്വീകരിക്കും, ഇല്ലാത്ത അത് അതേപോലെ എടുത്ത് വലിച്ചെറിയും, ഒരു സംശയത്തിലില്ല. ഇനി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഒരാള് ദീൻ അറിയാത്ത, ഇതിന്റെ മസല അറിയാത്ത, അങ്ങനെ ഉണ്ടാവും. എല്ലാവരും ഈ സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും ഒരേ ഇൽമും ഒരേ നിലവാരമൊന്നും ഉണ്ടാവില്ല, അതുറപ്പാ അല്ലേ. എല്ലാവരും ഒരേപോലെ കാര്യങ്ങൾ അറിയണമെന്നില്ല. ഒരു സഹാബി മോതിരിട്ട് വന്നപ്പോൾ പ്രവാചകൻ അത് ഊരിയെടുത്തു, എന്നിട്ട് വലിച്ചെറിഞ്ഞു. നീ നരകത്തിന്റെ ഓഹരി കയ്യിൽ അണിഞ്ഞിരിക്കണോ എന്ന് ചോദിച്ചു. അയാൾ പ്രകോപിതനായില്ലേ. നമ്മളെ നാട്ടിലെ ഖത്തീബുമാരെയും നമ്മുടെ നാട്ടിലെ ആളുകളൊക്കെ ആൾക്കാരെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ നമുക്കറിയാലോ. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതാകെ പ്രശ്നമാവും ചിലപ്പോൾ, അല്ലേ. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിർവാഹമില്ലാത്തതുകൊണ്ട്, അവരുടെ ജീവിത വഴിയൊക്കെ ആയതുകൊണ്ട് അത് അവർക്ക് പറയാൻ കഴിയായിട്ടോ ധൈര്യമില്ലായിട്ടൊന്നുമല്ല, അങ്ങനെ നിങ്ങൾ വിചാരിക്കണ്ട കേട്ടോ. ധൈര്യമൊക്കെ ഉണ്ടാവും. അവരുടെ ജീവിത വഴികളായതുകൊണ്ട് ചിലപ്പോൾ ചില ആളുകൾക്ക് അത് അങ്ങനെ തന്നെ പ്രകടമാക്കാൻ കഴിയുന്നുണ്ടാകില്ല. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് കൊടുക്കുമാറാകട്ടെ. അപ്പം ഞാൻ പറയുന്നത്, ആ മനുഷ്യൻ ആ മോതിരം അവിടെ ഇട്ടുപോയപ്പോൾ ആളുകൾ ഒരു ഹുൽ ഖാത്തമക്, നിന്റെ മോതിരം എടുത്തോ, ഇൻതഫിഅ ബിഹി, കയ്യമ ധരിക്കേണ്ടെന്നല്ലേ ഉള്ളൂ, അത് വിറ്റിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉപകാരമൊക്കെ എടുത്തോന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ വലിച്ചെറിഞ്ഞ മോതിരം എനിക്ക് വേണ്ട എന്നായിരുന്നു അയാളുടെ ഉത്തരം. നോക്കൂ നിങ്ങൾ, ഇങ്ങനെ ധാരാളം ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിൽ ഉണ്ടാവുമ്പോൾ കുറേ ആളുകൾ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെയുണ്ട്. ശരിക്കും എന്താ വേണ്ടേ? ബാങ്ക് ഇങ്ങനെ വിളിക്കുകയാണ്. ഈ ഹദീസ് നമുക്ക് കിട്ടുന്ന ഒരു പാടാണ്, എല്ലാവർക്കും വേണ്ടി പറയാം. നമ്മൾ സാധാരണ ഖത്തീബ് മിമ്പറിൽ കയറി ഇങ്ങനെ ഇരിക്കുമ്പോൾ ബാങ്ക് ഇങ്ങനെ കൊടുക്കുമ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ നിൽക്കും, അല്ലേ. എന്തിന്? ബാങ്കിന് ജവാബ് കൊടുത്തിട്ട് നിസ്കരിച്ചിട്ട് ഇരിക്കാൻ. എൻ്റെ മസാല അതല്ല. പള്ളിയിൽ വന്നാൽ ഉടനെ നിസ്കരിച്ചിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അവിടെ ബാങ്കിന് ജവാബ് കൊടുക്കലല്ല അവിടുത്തെ കാര്യം. എന്താ വേണ്ടേ? നേരെ നിസ്കരിക്കുക, ഇരിക്കുക. അവിടെ ബാങ്കിന് ജവാബ് കൊടുക്കൽ നമുക്ക് ബാധ്യതയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇജ്ലിസു, നിങ്ങൾ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഫസമഅ ദാലിക ഇബ്നു മസ്ഊദ് തന്നെ കേട്ടു. ഫജലസ അലാ ബാബിൽ മസ്ജിദ്, മൂപ്പര് പള്ളിന്റെ വാതിൽക്കൽ എത്തിയിരുന്നു. മൂപ്പര് അവിടെ ഇരുന്നു. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, തആലിയ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് കാര്യവാ. അപ്പൊ നബി ഇരിക്കുക, നബി നിൽക്കുക എന്ന് പറഞ്ഞാൽ നിൽക്കുക. മനസ്സിലല്ലേ? അദ്ദേഹം ഞാനിങ്ങനെ സൊഫക്കാൻ കയറി കിട്ടുന്ന ആലോചിച്ചില്ല. മൂപ്പര് വാതിൽക്കൽ എത്തിയത്, വാതിൽക്കണ്ടിരുന്നു. ഇതാണ് മുൻഗാമികളുടെ ചരിത്രം. അപ്പോൾ ആ ചരിത്രങ്ങൾ നമുക്ക് നൽകുന്ന പാഠം എന്താണ് സഹോദരന്മാരെ? ആ ചരിത്രങ്ങൾ നമുക്ക് നൽകുന്ന ഏറ്റവും ശക്തമായ പാഠം എന്ന് പറയുന്നത്, ഒരു സംശയവും വേണ്ട, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള അനുസരണം അതിൻ്റെ ഗൗരവവും പ്രാധാന്യമാണ്. ആ അനുസരണത്തിലൂടെയാണ് ഇഷ്ടമുണ്ടാകേണ്ടത്, സ്നേഹം ഉണ്ടാകേണ്ടത്. അപ്പോൾ ആദ്യം ഫർളായ കാര്യങ്ങൾ തന്നെ നമുക്ക് അനുസരിക്കാൻ കുറേയുണ്ട്, അത് ശരിയാക്കണം. അത് ശരിയാക്കാതെ നമ്മൾ പ്രവാചകനെ സ്നേഹിക്കുന്നവരാണ് എന്ന് പറയുന്നത് ശരിയല്ല, ഒരു കാരണവശാലും ശരിയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾക്കാഴ്ചയോടുകൂടെ കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബിന്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും സ്വീകരിക്കണമെന്ന്, കൽപ്പനകൾ നടപ്പിലാക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്.
നമ്മുടെ നാട്ടിൽ പലപ്പോഴും നബിദിനാഘോഷം എന്നൊരു പരിപാടി ഉണ്ടാകാറുണ്ട്. ആഘോഷിക്കണവർ ആഘോഷിച്ചോട്ടെ, എന്തിനാണ് വെറുതെ അതിൽ ദിക്റില്ലേ, ദുആയില്ലേ, സ്വലാത്തില്ലേ എന്നൊക്കെ ചിലപ്പോൾ മനുഷ്യന്മാർ ചിന്തിക്കും. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ആഘോഷിക്കുന്നവരുടെ ആഘോഷത്തെ തടസ്സപ്പെടുത്താനും നമ്മൾ പോണില്ല. മതപരമായ നമ്മുടെ വിയോജിപ്പ് മാന്യമായ ഭാഷയിൽ അവരുടെ കാലിൻ്റെ ചോട്ടിൽ വീണ് പറയുന്ന ഒരു രീതി സ്വീകരിക്കുക എന്നുള്ളത് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബിദ്അത്തുകളുടെ ഗണത്തിൽപ്പെട്ടതാണ്. ബിദ്അത്ത് ഒരാൾ ചെയ്താൽ അയാൾക്കുള്ള നഷ്ടം എന്താണ്? ഹൗദുൽ കൗസറിൻ്റെ അരികിൽ ഒരാൾ ചെല്ലുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാൾക്ക് വെള്ളം കോരിക്കൊടുക്കാൻ ഒരുങ്ങുമ്പോൾ അള്ളാഹു പറയും അവർക്ക് വെള്ളം കൊടുക്കരുത്. അള്ളാഹുവിൻ്റെ റസൂലിനും അവർക്കുമിടയിൽ ഒരു മറയിടും. അപ്പം നബിക്ക് മനസ്സിലാവില്ല. നബി ചോദിക്കും, എന്തേ പടച്ചോനെ ഇവർക്ക് വെള്ളം കൊടുക്കാൻ പറ്റാത്തത്? ഇന്നക ലാ തദ്രി മാ ഹദസു ബഅദക്, നിനക്ക് ശേഷം മതത്തിൽ അവർ കുറേ പുതിയ ചര്യകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അതന്നെയാണ് പ്രശ്നം എന്ന് പറയുന്നതാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് അവർക്ക് വേണ്ടി അഫ്വിനെ ചോദിക്കോ? ഇല്ല. അള്ളാഹുവിൻ്റെ റസൂൽ പറയും, എന്താ ദൂരപ്പോ, നിങ്ങൾ എന്നെ വിട്ടുപോ, എനിക്ക് നിങ്ങളെ കാണണ്ട എന്ന് പറയുന്നതാണ്. ആ ബിദ്അത്തിന്റെ ഗണത്തിൽ പണ്ഡിതന്മാർ ഇത് എണ്ണിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് മനുഷ്യന്മാരുടെ ദീനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇത് ഞാൻ വെറുതെ പറയണല്ല. ലാ അഅലമു ലിഹാദൽ മൗലിദി അസ്ലം ഫീ കിതാബിൻ വലാ സുന്നത്തിൻ, സുന്നത്തിലോ കിതാബിലോ ഇതിന് യാതൊരു അടിത്തറയുമില്ല. വലാ യുൻഖൽ അമലുഹു അൻ അഹദി മിനൽ ഉലമാഇൽ ഉമ്മ, മുൻഗാമികളിൽപ്പെട്ട ഒരു ആലിമും ഇത് പഠിപ്പിച്ചിട്ടില്ല. അല്ലദീന ലഹുമുൽ ഖുദ്വത്തു ഫിദ്ദീൻ, അവർക്ക് ദീനിലേറെ മാതൃകകളായി നമ്മൾ സ്വീകരിക്കുന്നവരാണ്. അൽ മുതമസ്സികൂന ബി ആസാരിൽ മുതഖദ്ദിമീൻ, മുൻഗാമികളുടെ മാർഗ്ഗത്തെ അവലംബിക്കുന്നവരാണ്. ബൽ ഹുവ ബിദ്അത്തുൻ, അത് ബിദ്അത്താണ്. അഹ്ദസഹൽ ബത്താലൂൻ, മെയ്യടകാതെ ജീവിക്കുന്നവരുണ്ടാക്കിയതാണ്. വശഹ്വത്തു നഫ്സിൻ, പിന്നെ ഓരോ ഇച്ഛകൾക്കനുസരിച്ച് ദീനുണ്ടാക്കുന്നവരുണ്ടാക്കിയതാണ്. യഅ്തനാബിഹൽ അക്കാലൂൻ, തീറ്റക്കൊതിയന്മാരാണ് അത് പരിപാലിച്ചു പോകുന്നത് എന്ന് ഞാൻ പറയുന്ന വാചകല്ല, മഹാനായ ഫാക്കിഹാനി റഹിമഹുള്ളയുടെ വാചകമാണ്. ഇത് ബിദ്അത്താണെങ്കിൽ, ഹൗദുൽ കൗസറുള്ള വെള്ളം നഷ്ടപ്പെടുത്തുന്നതാണെങ്കിൽ അത് പ്രശ്നമാണ്. ബിദ്അത്ത് ചെയ്യുന്ന വ്യക്തിയുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയില്ല, ഇസ്തിഗ്ഫാർ അള്ളാഹു സ്വീകരിക്കുകയില്ല. ബിദ്അത്തുകാരൻ നരകത്തിലേക്കാണെന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇമാം ഇബ്നുൽ ഹാജ് റഹിമഹുള്ള അദ്ദേഹത്തിന്റെ മദ്ഖലിൽ രേഖപ്പെടുത്തുകയാണ്, ഫസ്ലുൻ ഫിൽ മൗലിദ്, മൗലിദ് ആഘോഷത്തെക്കുറിച്ച് തന്നെയുള്ള അധ്യായത്തിൽ, വമിൻ ജുംലതി മാ ഹദസുഹു മിനൽ ബിദ്അ, അവരുണ്ടാക്കിയ ബിദ്അത്തിൽപ്പെട്ടതാണ്. ബിദ്അത്ത് ഹൗദുൽ കൗസറിലെ വെള്ളം നഷ്ടപ്പെടുത്തുന്നതാണ്, അത് അള്ളാഹുവിന്റെ നരകത്തിലേക്ക് എത്തിക്കുന്നതാണ്, അത് ആക്ഷേപാർഹമാണെങ്കിൽ അതിൽപ്പെട്ടതാണ്. മഅതിഖാദിഹിം അന്ന ദാലിക മിൻ അക്ബറിൽ ഇബാദാതി വഅൽഹർ ശആയിർ, എന്താ വലിയ ഇബാദത്താണെന്ന ബോധ്യത്തോടു കൂടെ, ഇസ്ലാമിന്റെ ചിഹ്നമാണെന്ന ബോധ്യത്തോടു കൂടെ, മയഫ്അലൂന ഫീ ശഹ്രി റബീഉൽ അവൽ, റബീഉൽ അവൽ മാസത്തിൽ അവർ ആചരിക്കുന്നു. മിനൽ മൗലിദ്, പ്രവാചകന്റെ ജന്മദിന ആലോചിക്കുന്നു, പിന്നെ ആചരിക്കുന്നു. വഖദ് ഇഹ്തവ അലാ ബിദ്അൻ വ മുഹറമാത്തിൻ ജുംല, ധാരാളം ബിദ്അത്തുകളും ഹറാമുകളും അതിലുണ്ട്. എന്തൊക്കെയാണ്? ഓരോ കാലത്തും പുതിയത് വരികയാണ്. ഇപ്പൊ നമ്മളെയൊക്കെ നാട്ടിലെ മദ്രസകളൊക്കെ ഒന്ന് നോക്കുക. ഇന്നലെ രാത്രി പാസ് ചെയ്യുമ്പോൾ ഞാൻ കണ്ടു, ഇഷ്ടംപോലെ ലൈറ്റ് ഉണ്ട്. ഈ ലൈറ്റുകളിൽ എന്നാ തുടങ്ങിയത്? ഇത് എപ്പോഴാണ് തുടങ്ങിയത്? ഓരോന്നിങ്ങനെ വരലാണ്. ഇനി ഒരു 100 കൊല്ലം കഴിഞ്ഞിട്ട് പറയും അതൊക്കെ പണ്ടേ മുൻഗാമികൾ ചെയ്തു പോകുന്നതാണ്. അങ്ങനെ ഇതൊക്കെ ഉണ്ടാകല്, അങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടാകല്. ഇവിടെയുള്ള പല പരിപാടി എങ്ങനെയാണ്? ഞാൻ വളരെ കൃത്യമായി പറയാണ്, എൻ്റെ വല്യമ്മ മരിച്ചെന്നാണ് ആദ്യമായിട്ട് 70,000 ദിക്ർ കൊണ്ടുവന്നത്. എൻ്റെ ഉപ്പാൻ്റെ അടുത്ത് നിന്ന് പൈസ വാങ്ങിയിട്ടാണ്. അപ്പോൾ ആളുകൾ ചോദിക്കും, എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, എൻ്റെ ഉപ്പയ്ക്കല്ല ഇവിടെ തുടങ്ങിയത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉണ്ട്, അദ്ദേഹത്തിന് ഇസ്തിഗ്ഫാർ ചെയ്തിട്ടുണ്ട്, അതിന് പോന്നിട്ടുണ്ട്. മരണം വരെ ഇസ്തിഗ്ഫാർ ചെയ്യണം. ഞാൻ എൻ്റെ ഉപ്പാക്ക് വേണ്ടി ഏറ്റവും ഇസ്തിഗ്ഫാർ ചെയ്യുന്ന കാര്യത്തിൽപ്പെട്ട ഒന്നതാണ് ദിക്ർ തുടങ്ങി ഇസ്തിഗ്ഫാർ എന്നാണ്. ദിക്ർ ഇസ്ലാമിൽ ഇല്ലാത്ത ദിക്റാണത്. പള്ളിയിൽ വട്ടം കൂടിയിട്ട് ഇരിക്കുകയാണ് ആൾക്കാർ. അവരെ ദിക്റുകളാണ് കണ്ടപ്പോൾ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ഇബ്നു മസ്ഊദിന്റെ അടുത്ത് ഓർഡർ ചെയ്തത്. ആളുകൾ അവിടെ തസ്ബീഹും തഹ്ലീലൊക്കെ ചെല്ലുന്നുണ്ട്, എന്താ അവസ്ഥ? അവരോട് അവരുടെ തിന്മ എണ്ണാൻ പറഞ്ഞുകൂടായിരുന്നോ? ആ പള്ളി പൊളിച്ചു കളയലായിരുന്നു നല്ലത് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞത് കാണാൻ പറ്റും. അതന്നെയാണ് വിഷയം. നോക്കൂ നിങ്ങൾ, അബൂ അംർ ഇബ്നു അലാ റഹിമഹുല്ലാഹ് പറയാ, ലാ യസാലു നാസ് ബിഖൈരിൻ മാ തഅജ്ജബ മിനൽ അജബ് ഹാദാ മഅന്ന ശഹ്റ അല്ലദീ വുലിദ ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവൽ വഹു ബിഐനിഹി ശഹ്റ അല്ലദീ തൂഫിയ ഫീഹി. വല്ലാത്തൊരു അത്ഭുതമാണ്. ജനങ്ങൾ ആഘോഷിക്കാണ്, നബി ജനിച്ച അതേ മാസത്തിൽ തന്നെയാണ് നബി വഫാത്തായതും. ഫലൈസൽ ഫഹ്റു ബിഔലാ മിനൽ ഹുസ്ൻ ഫീഹി, അതിൽ ദുഃഖത്തെക്കാളും വലുതല്ല സന്തോഷം എന്ന് പറയുന്നത്. വഹാദാ മാ അലൈനാ അൻ നഖൂല വമിനല്ലാഹി തആല നർജു ഹുസ്നൽ ഖബൂൽ, ഇതാണ് നമുക്കിതിൽ പറയാനുള്ളത് എന്ന് ആരാ പറഞ്ഞത്? ഇമാം അബൂ ആമിർ ഇബ്നു അലാ റഹിമഹുല്ലാഹ് പഠിപ്പിക്കുകയാണ്. ഇനി ധാരാളം ആളുകൾ നോക്കൂ നിങ്ങൾ, ഇബ്നു തബ്ബാഖ് റഹിമഹുല്ലാഹ് പറയാ, ലൈസ അമലുൽ മൗലിദി മിനസ് സുനൻ, നബിദിനം ആഘോഷിക്കുക എന്ന സുന്നത്തിൽപ്പെട്ടതാണ്. അൽ ഹാഫിദ് അബൂ സർഅ അൽ ഇറാഖി, അൽ ഇമാം അശ്ശാത്തിബി അൽ മാലിക്കി, ലഹീറുദ്ദീൻ ജഅഫർ റഹിമഹുല്ലാഹ്, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്, ശൈഖ് മുഹമ്മദ് ബിൻ അബ്ദുസ്സലാം ഖലിർ അശ്ശഖീരി, അസ്സയ്യിദ് അലി അൽ ഫിക്രി, ശൈഖ് മുഹമ്മദ് റഷീദുർ റിള, അൽ അല്ലാമ അൽ അൽബാനി, ഇവരൊക്കെ പിൽക്കാലക്കാരാണ്. ശൈഖ് മുഹമ്മദ് ബിൻ ഇബ്രാഹിം റഹിമഹുല്ലാഹ്, ഇങ്ങനെ 24 ഉലമാക്കളെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. സന്ദർഭം പോലെ നമുക്ക് പറയാം. അതുകൊണ്ട് ഒരു സംശയമല്ലാതെ സധൈര്യം മാറി നിൽക്കണം നമ്മൾ. എന്നിട്ട് യഥാർത്ഥ പ്രവാചക സ്നേഹത്തിലേക്ക് വരണം. അത് വേഷത്തിലുണ്ട്. വസ്ത്രം നെരിയാണിന്റെ താഴെ പോകാതിരിക്കൽ പ്രവാചക സ്നേഹമാണ്. താടി വളർത്തൽ പ്രവാചക സ്നേഹമാണ്.
സ്വഭാവത്തിലുണ്ട്, പെരുമാറ്റത്തിലുണ്ട്, ഒക്കെ ഉണ്ട്, എല്ലാറ്റിലുണ്ട് പ്രവാചക സ്നേഹം. ആ പ്രവാചക സ്നേഹം എടുത്തണിയാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അവന്റെ മുഅ്മിനുകളിൽ, മുഖ്ലിസുകളിൽ, മുത്തഖീങ്ങളിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ വഴിയിൽ സഞ്ചരിക്കാനും യഥാർത്ഥ മുഅ്മിനുകളായി മരിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമാറാകട്ടെ. പ്രവാചകനെ അങ്ങേറ്റം സ്നേഹിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിലെ നിലപാടുകളിൽ വരുന്ന പിഴവുകളും കുറവുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു അവരുടെ ഖബറിടങ്ങളെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. സ്വർഗ്ഗത്തിന്റെ കാഴ്ച അള്ളാഹു അവർക്ക് ഒരുക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗികളായ ആളുകളുണ്ട്, അവർക്ക് അള്ളാഹു ഇതിൽ നിന്ന് പൂർണ്ണമായ ശമനത്തെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അല്ലാഹുമ്മ അഇസ്ൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദിൽ ശിർക വൽ മുശ്രിക്കീൻ, റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന റബ്ബനാ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദ്.